എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം. ഹിന്ദി സാഹിത്യത്തിലെ ഉപന്യാസ് സാമ്രാട്ട് എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന മുൻഷി പ്രേംചന്ദിൻ്റെ ജന്മദിനമായ ജൂലൈ 31 അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങളും ഈ വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രേംചന്ദ് കാ ജന്മ കബ് ഹുവാ താ? उत्तर 1880 जुलाई 31। प्रेमचंद का जन्म किस गाँव में हुआ था? പ്രേംചന്ദ് ജനിച്ചത് ഏത് ഗ്രാമത്തിലായിരുന്നു? ഉത്തർ വാരണാസി കെ പാസ് ലംഹി. ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന വാരണാസിക്കടുത്തുള്ള ലംഹി എന്ന ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. പ്രേംചന്ദ് കി മാതാ കാ നാം ക്യാ താ? പ്രേംചന്ദിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? ഉത്തർ ആനന്ദി ദേവി. പ്രേംചന്ദ് കി പിതാ കാ നാം ക്യാ താ? उत्तर अजायब राय. प्रेमचंद को उपन्यास सम्राट की उपाधि किसने दी? उत्तर ഭാരത് ചന്ദ്ര ചട്ടോപാധ്യായ്. പ്രേംചന്ദിനെ ഉപന്യാസ് സാമ്രാട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഇദ്ദേഹമായിരുന്നു. പ്രേംചന്ദ് കാ ഭാരതീയ ഗ്രാമീണ ജീവൻ की വിഷമതാവോं पर കേന്ദ്രിത് ഉപന്യാസ് കോൻ സാ ഹെ? അതായത് ഭാരതത്തിലെ ഗ്രാമീണരുടെ ജീവിതം പ്രതിപാദിക്കുന്ന നോവലാണ് പ്രേമാശ്രം. प्रेमचंद की रचना संग्राम किस विधा की है? उत्तर नाटक. प्रेमचंद की जीवनी कलाम का सिपाही के लेखक कौन है? പ്രേംചന്ദിൻ്റെ ജീവചരിത്രമായിട്ടുള്ള കലാം കാ സിപാഹി രചിച്ചത് ആരാണ്? ഉത്തരം പ്രേംചന്ദ് കാ പുത്ര അമൃത് റായ്. പ്രേംചന്ദിൻ്റെ പുത്രനായ അമൃത് റായ്. प्रेमचंद के किस उपन्यास में दहेज प्रथा एवं अनमेल विवाह की समस्या को उबारा गया है? അതായത് സ്ത്രീ ആചാരങ്ങളും പൊരുത്തമില്ലാത്ത വിവാഹങ്ങളും പ്രതിപാദിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നോവലാണ് നിർമ്മല. പ്രേംചന്ദ് घर में नाम की जीवनी किसने लिखी? उत्तर പ്രേംചന്ദ് की पत्नी ശിവാനി ദേവി. പ്രേംചന്ദിൻ്റെ ഭാര്യയായ ശിവാനി ദേവിയാണ് ഈ കൃതി രചിച്ചത്. പ്രേംചന്ദ് കിസ്കി സലാഹ് पर अपना नाम നവാബ് റായ് से ബദൽക്കർ പ്രേംചന്ദ് കർ ലിയാ താ? ആരുടെ നിർദ്ദേശപ്രകാരമാണ് തൻ്റെ പേര് നവാബ് റായിയിൽ നിന്ന് പ്രേംചന്ദ് എന്ന് മാറ്റിയത്? ഉത്തർ ദയാനാരായണൻ നിക്കൽ. अंग्रेजों ने प्रेमचंद के किस कहानी संग्रह को जब्त कर लिया था? അതായത് പ്രേംചന്ദിൻ്റെ ഏത് കൃതിയാണ് ബ്രിട്ടീഷുകാർ നിരോധിച്ചത്? ഉത്തരം ജോസേം വദൻ. പ്രേംചന്ദ് കെ ബച്ചെ കോൻ കോൻ തെ? പ്രേംചന്ദിൻ്റെ മക്കൾ ആരൊക്കെയാണ്? ഉത്തർ ശ്രീപത് റായ്, അമൃത് റായ്, കമലാദേവി, ശ്രീവാസ്തവ്. പ്രേംചന്ദിന് 3 മക്കളാണുള്ളത്. അവരുടെ പേരുകളാണ് ശ്രീപത് റായ്, അമൃത് റായ്, കമലാദേവി, ശ്രീവാസ്തവ്. പ്രേംചന്ദ് കാ ദേഹ്നത് കബ് ഹോ ഗയാ? അതായത് പ്രേംചന്ദ് അന്തരിച്ചത് എന്നാണ്? ഉത്തർ 1936 अक्टूबर 8 में. प्रेमचंद की उर्दू में प्रथम उपन्यास कौन सी है? പ്രേംചന്ദിൻ്റെ ഉറുദുവിലെ ആദ്യത്തെ നോവൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ബാസാറെ ഹുസൻ. ബാസാറെ ഹുസൻ എന്നാണ് അറിയപ്പെടുന്നത്. ബാസാറെ ഹുസൻ നാമക് ഉപന്യാസ് को प्रेमचंद ने हिंदी में अनुवाद करके क्या नाम दिया है?
അപ്പോൾ ഉറുദുവിലെ നോവലാണ് വാസാരെ ഹുസൻ. ഇത് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തത് ഏതു പേരിലാണ്? ഉത്തരം സേവാസദൻ. സേവാസദൻ എന്ന പേരിലാണ് തർജ്ജമ ചെയ്തത്. പ്രേംചന്ദ് കാ മൂൽ രൂപ സേ ഹിന്ദി में लिखा हुआ प्रथम उपन्यास कौन सा है? അദ്ദേഹം ഹിന്ദിയിൽ എഴുതിയ ആദ്യ നോവൽ ഏതാണ്? ഉത്തർ കായാകൽപ്പ്. हिंदी में प्रकाशित होने वाला प्रेमचंद का पहला उपन्यास कौन था? ഹിന്ദിയിൽ പ്രകാശനം ചെയ്ത പ്രേംചന്ദിൻ്റെ ആദ്യത്തെ ഉപന്യാസം ഏതാണ്? ഉത്തർ सेवासदन. 1918 मूल रूप से उर्दू में वज़ारे हुज़न. प्रेमचंद की पहली कहानी का नाम? उत्तर ममता. प्रेमचंद ने अपनी साहित्य जीवन के प्रारंभ काल में किस नाम से लिखते थे? उत्तर नवाब राय. प्रेमचंद ने किस भाषा में अपनी साहित्य जीवन शुरू की? പ്രേംചന്ദിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഏതു ഭാഷയിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത്? ഉത്തരം ഉറുദു. ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം. ഉൻകി പഹലി കഹാനി കെ നാം ക്യാ ഹേ ജോ പ്രേംചന്ദ് നാം സേ പ്രകാശിത് ഹുവ? പ്രേംചന്ദിൻ്റെ പേരിൽ ആദ്യം പ്രകാശനം ചെയ്ത കഥ ഏതാണ്? ഉത്തരം ബഡേ ഘർ കി ബേട്ടി. ബഡേ ഘർ കി ബേട്ടി കിസ് പത്രിക മേം പ്രകാശിത് ഹുവ താ? ബഡേ ഘർ കി ബേട്ടി എന്ന് പറയുന്നത് ഏത് പത്രത്തിലാണ് പ്രകാശനം ചെയ്തത്? ഉത്തർ സമാന. 1910 ദിസംബർ അങ്കുമേം. 1910 ഡിസംബർ अंकुमें. प्रेमचंद के 300 से अधिक कहानियों का संग्रह को क्या नाम दिया है? പ്രേംചന്ദിൻ്റെ 300 കഥകൾ ഉൾക്കൊള്ളുന്ന സംഗ്രഹത്തിൻ്റെ പേര് എന്താണ്? ഉത്തർ മാനസരോവർ. ഈ പുസ്തകത്തിന് 8 ഭാഗങ്ങളാണ് ഉള്ളത്. നമുക്ക് കാ ദരോഗ കിസ് വിധി കാ ഹേ? ഉത്തർ കഹാനി. കഹാനി എന്ന വിഭാഗത്തിലാണ് നമുക്ക് കാ ദരോഗ ഉൾപ്പെടുന്നത്. दुनिया का सबसे अनमोल रतन नाम का कहानी से प्रेमचंद ने दुनिया का सबसे अनमोल रतन की മാന്യത കിസ്കോ ദി? അതായത് ലോകത്തിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത രത്നം എന്ന പ്രേംചന്ദിൻ്റെ കൃതിയിൽ അദ്ദേഹം വിലമതിക്കാനാവാത്ത രത്നം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തർ ജോ ഗൂൻ കാ വ ആഗിരി ഖതര ജോ വതൻ കി ഹിഫാജത്ത് മേം ഗിരേ. തൻ്റെ രാജ്യത്തിനു വേണ്ടി ചൊരിയുന്ന അവസാനത്തെ രക്തത്തെയാണ് അദ്ദേഹം വിലമതിക്കാനാവാത്ത രത്നം എന്ന് വിശേഷിപ്പിക്കുന്നത്. ദുനിയ കാ സബ്സെ അൻമോൽ രത്ന കിസ് കഹാനി സംഗ്രഹ മേം संकलित है? उत्तर सोजेवदन. हिंदी साहित्य में प्रेमचंद युग की समयावधि कितना है? उत्तर 1918 से 1936 तक. सूरदास मुंशी प्रेमचंद के किस उपन्यास का नायक है? സൂർദാസ് എന്ന് പറയുന്നത് മുൻഷി പ്രേംചന്ദിൻ്റെ രംഗഭൂമി എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ്. प्रेमचंद के किस उपन्यास में किसानों की समस्या का मार्मिक चित्रण मिलता है? കർഷകരുടെ
പ്രശ്നങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന പ്രേംചന്ദ് രചിച്ച ഉപന്യാസം അഥവാ നോവൽ ഏതാണ്? ഉത്തർ ഗോദാൻ. प्रेमचंद का अपूर्ण उपन्यास कौन सा है? പ്രേംചന്ദിൻ്റെ അപൂർണമായ നോവലിൻ്റെ പേര് എന്താണ്? ഉത്തർ മംഗൽസൂത്ര. प्रेमचंद का अपूर्ण उपन्यास मंगलसूत्र की पूर्ति किसने की? പ്രേംചന്ദിൻ്റെ അപൂർണമായിട്ടുള്ള നോവലായ മംഗൾസൂത്ര പൂർത്തീകരിച്ചത് ആരായിരുന്നു? ഉത്തരം അമൃത് റായ്, പ്രേംചന്ദ് കാ പുത്ര. അടുത്ത ചോദ്യം, അമർകാന്ത് പ്രേംചന്ദ് की किसी राजनीतिक उपन्यास का नायक है? അതായത് പ്രേംചന്ദിൻ്റെ ഏത് രാഷ്ട്രീയ നോവലിലെ കഥാപാത്രമാണ് അമർകാന്ത്? ഉത്തർ കർമ്മഭൂമി. അപ്പോൾ കൂട്ടുകാരെ, ഇതോടുകൂടി വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. പ്രേംചന്ദിൻ്റെ പത്നിയുടെ പേര് അല്ലെങ്കിൽ പ്രേംചന്ദിൻ്റെ ഭാര്യയുടെ പേര് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കൂട്ടുകാരെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.